ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇപ്പം ഷദ്ദും മുകളിൽ വരുന്ന മന്ദും നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ അവസാനം ഇപ്പോൾ നമ്മൾ പിന്നെ വഖഫ് ചെയ്യാൻ അവസാനം ഓരോ ആയത്ത് പോകുമ്പോൾ നിർത്തുമല്ലോ. അപ്പോൾ നിർത്തുന്നിടത്ത് ഇപ്പോൾ ഞാൻ പറയാം, വേണ്ട, നിർത്തുന്ന സ്ഥലത്ത് വാവൊക്കെ വന്നാൽ നമ്മൾ ഇച്ചിരി നീട്ടി നിർത്താം. ഒരു മന്ത് നീട്ടുന്ന കണക്കിന് തന്നെ നീട്ടാം. തുർജഊൻ ഇപ്പം ഖുർആനിൽ ഇങ്ങനെ കാണും, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പം. ഫതബാറകല്ലദീ ലഹു മുൽക്കുസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വഇൻദഹു ഇൽമുസ്സാഅതി വഇലൈഹി തുർജഊൻ. അപ്പോൾ ഈ തുർജഊൻ എന്ന് പറയുമ്പം എന്താണ്, നമ്മൾ അവസാനം പറയുന്ന അക്ഷരം ഈ വാവുണ്ടല്ലോ, ഊ എന്നുള്ള അയിന് കൊടുത്തിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നീട്ടാം. നമ്മൾ ഈ മന്ത് നീട്ടുന്ന പോലെ നീട്ടി നിർത്താം, ഭംഗി വരുത്താനാണ്. നല്ല ശ്രവണം, നമുക്ക് കേൾക്കാൻ നല്ല ഇമ്പം ഉണ്ടാവും അന്നേരം. നമ്മൾ യഅലമൂൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഉണ്ടാ, അർറഹ്മാനിർ റഹീം. അങ്ങനെ അവസാനം നല്ലോണം നീട്ടി നല്ല ഭംഗിക്ക് നിർത്തണം. അവിടെ വഖഫ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് നിർത്തുന്ന സ്ഥലത്ത് വരുമ്പോൾ നീട്ടാം. അല്ലെങ്കിൽ നമ്മളൊരു 1-2 കതിർ നീട്ടുന്ന അത്രയും ഇടയ്ക്കൊക്കെ വാവ് ഒന്നാ നീട്ടി, അങ്ങനെ വലുതായിട്ട് നീട്ടിക്കൊണ്ട് നിൽക്കണ്ട കേട്ടോ. നിർത്തുന്ന സ്ഥലത്ത് മാത്രം മതി. ഇടയ്ക്ക് വരുമ്പം നീട്ടാനുള്ള അക്ഷരം വന്നാൽ 1-2 ഹറക്കത്ത് നീട്ടുന്ന അത്ര സമയം നീട്ടിയാൽ മതി. വേറൊരു ഉദാഹരണം കൂടെ ആയപ്പോൾ ഇടയ്ക്ക് ഒരായത്തിൻ്റെ ഞാൻ എഴുതാം. അത്രയും നീട്ടാൻ പാടില്ല. വഖഫ് ചെയ്യുന്നിടത്ത് മാത്രമേ നല്ല നീട്ടാൻ പാടുള്ളൂ. വാവിന് ഒരക്ഷരത്തിന് സുക്കൂൻ വന്നാൽ ഉണ്ടാ. യഖൂലുന്ന, യഖൂന്ന് മാത്രമേ പറയാം. അവിടെ യഖൂലുന്ന അങ്ങനെയൊന്നും പറയില്ല. ഒരായത്തിൻ്റെ ഇടയ്ക്ക് വന്നതായത്. ഇത് വഖഫ് ചെയ്യുന്നിടത്ത് വന്നത്, നിർത്തുന്നിടത്ത് വരുമ്പോഴത്തേക്ക് ഈ ആയതിന് പിന്നെ സുക്കൂനുള്ള വാവും വന്നാൽ എവിടെ വേണമെങ്കിലും തുർജഊൻ, റാജിഊൻ, മുഅ്മിനൂൻ ഇങ്ങനെ വഖഫ് ചെയ്യുന്നിടത്ത് ഇങ്ങനെ നീട്ടാം. പക്ഷേ ഒരു ആയത്തിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ നീട്ടാൻ പാടില്ല. ഇത് നമ്മൾ ലയഖൂലുന്ന ഇവിടെ നമ്മൾ മൂക്കെന്ന് പറയുന്നത് മൂക്കെന്ന് പറഞ്ഞാൽ ഒരു ഭംഗിയില്ലാതെ വരും കേൾക്കാം. ഞാൻ ഇവിടെ നീട്ടി പറഞ്ഞു നോക്കട്ടെ, നിങ്ങളൊന്ന് കേട്ട് നോക്കിയാണ് എങ്ങനെ ഇരിക്കുമെന്ന്. ഇടയ്ക്ക് ആയത്തിൻ്റെ ഇടയ്ക്കാണ് നീട്ടാനുള്ള അലിഫ് വാവൊക്കെ അക്ഷരങ്ങൾ വരുന്നെങ്കിൽ വലുതായിട്ട് നീട്ടാൻ. ലയഖൂലുന്ന യഖൂന്ന് മാത്രം പറഞ്ഞു, കാ കൂ എന്ന് മാത്രം പറഞ്ഞാൽ. ഞാൻ ഇപ്പം വഖഫ് ചെയ്യുന്നിടത്ത് നീട്ടുന്ന കണക്കിനൊന്ന് നീട്ടുമ്പം നോക്കിയോണേ, ലയഖൂലുന്ന ഭംഗിയുണ്ടായില്ലല്ലോ, അത് ഭംഗിയില്ല. പക്ഷേ വഖഫ് ചെയ്യുന്നിടത്ത് നീട്ടിയപ്പോഴത്തേക്ക് നല്ല ഭംഗി, കേൾക്കാൻ നല്ല ഭംഗിയുണ്ടല്ലേ. തുർജഊൻ നിർത്തുന്ന സ്ഥലത്ത് നമ്മൾ യാസീനൊക്കെ അവസാനം വഖഫ് നിർത്തുന്നിടത്ത് ഇങ്ങനെ നീട്ടി നിർത്തൂലേ, അതുപോലെ യഅലമൂൻ നിർത്തുന്നിടത്ത് നല്ല രസമാണ് കേൾക്കാൻ. ഇടയ്ക്കൊന്നും കയറി ഇതുപോലെ നീട്ടി നിർത്തി കളയരുത്. ഓക്കെ. അജ്റിൻ കരീം റസൂലുൻ കരീം. അവിടെ എല്ലാം വഖഫ് ചെയ്യുന്നിടത്ത് നമുക്ക് നിങ്ങൾ നീട്ടി നിർത്തിക്കോളി. ഒരു മദ്ദിൻ്റെ അത്രയും തന്നെ നീട്ടാം. ഈ മദ്ദിൻ്റെ നിർത്തുന്നിടത്ത് ഇതുപോലെ വരാണെന്ന് അത്രയും സമയം തന്നെ ഒരു 5-6 വിരൽ മടക്കുന്ന അത്രയും സമയം നീട്ടി നമുക്ക് നിർത്താം. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇൻഷാ അല്ലാ. ഇനി നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ
ഇപ്പോൾ അക്ഷരം കണ്ടതെല്ലാം മനസ്സിലായല്ല, മന്ദും ഷെദ്ദും ഒക്കെ വരേണ്ടിയത്. ഇനി മനസ്സിലാക്കാനുള്ളത് ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോഴും എല്ലാം ശ്രദ്ധിക്കേണ്ടിയെന്ന് അലിഫ് ലാം ഇട്ടിട്ട് അലിഫ് ലാം കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ അലിഫ് ലാം കൊടുത്തിട്ട് ഒരു വേർഡ് കൊടുത്താൽ അൽ ബദറു, അൽ ബദറു, അൽ ബദർ എന്ന് ഞാൻ എഴുതി അല്ലേ. ഇനി അലിഫ് ലാമിൻ്റെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ചേർത്ത് എഴുതുമ്പോഴത്തേക്ക് അലിഫ് ലാം ചേർത്ത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഇത് തന്നെ വരുന്നത് അലിഫ് ലാം ചേർത്ത് വരും. അന്നേരം നമ്മൾ അൽഹംദു ഇങ്ങനെ ഓദിക്കണം. അലിഫ് ലാം വന്ന് എന്നിട്ട് ഹ സ്മാൾ ഹ എഴുതി, മീമ് സ്മാൾ എഴുതി, അൽഹംദു അൽ ഇങ്ങനെ ഖുർആനിൽ കാണും അൽഹംദു. അതുപോലെ തന്നെ ഖുർആനിലൊക്കെ ആണെങ്കിൽ ഈ അൽഫിൻ്റെ ഫത്തഹിന് പകരം ഒരു ചെറിയ സ്മാൾ സ്വാദ് ഇങ്ങനെ അതാണ് ഇങ്ങനെയാണ് കിടക്കുന്നത്, ചെറിയതാണ്. ഞാനിതിപ്പോൾ എഴുതുമ്പോൾ വലുതായിട്ട് തോന്നി. സ്മാൾ പിന്നെ ഒരു സ്വാദ് പോലെയാണ് കിടക്കുന്നത്. അത് നമുക്ക് അത് വസില നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നാൽ ശരി, പക്ഷേ അതിന് നിങ്ങൾ ആന്ന് തന്നെ ഉച്ചരിച്ചാൽ അത് ചേർത്ത് ഒരായത്തുകളെ ചേർത്ത് ഓതി പോകുമ്പം അതൊക്കെ പറയേണ്ടതാണ്. ഇങ്ങനെ കിടക്കും സ്വാദ് പോലെ, ഇങ്ങനെ ഒരു വാല് പോലെ. ഇങ്ങനെ അത് നമ്മൾ അൽഫായിട്ടാണ് വായിക്കാറ്. ഫത്തഹിന് പകരം അത് നമ്മൾ ഉച്ചരിക്കാറുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചാൽ. അപ്പം ഞാൻ ഫത്തഹ് തന്നെ യഥാർത്ഥമായിട്ട് ഇട്ടു. ഇപ്പം അതെന്ത് മനസ്സിലായി? ഓരോ വേർഡിലും അലിഫ് ലാം ചേർന്ന് വരും. അലിഫും ലാമ് സുക്കൂനുള്ള ലാമും ചേർന്ന് വരും അല്ലേ. ഇനി അല്ലാതെ ഇനിയിപ്പം അലിഫ് ലാമും ചേർന്നിട്ട് ഇനിയും വരും അക്ഷരങ്ങൾ. ഉണ്ടോ? ഇങ്ങനെ വരുന്നതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ഇതുപോലെ അലിഫ് ലാം വന്നതിന് ശേഷം ഷെദ്ദുള്ള അക്ഷരമാണ് വരുന്നെങ്കിൽ ഈ അലിഫ് ലാമിന് ഉച്ചാരണമില്ല, ഈ അലിഫ് ലാം ഉച്ചരിക്കാൻ പാടില്ല. ഇത് വെളിവാക്കണം, ഈ അലിഫ് ലാം വെളിവാക്കരുത്. ഇത് അസ്സമദ്, ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. അള്ളാഹു പറഞ്ഞിട്ട് സമദ് എന്ന് പറയുന്ന അലിഫ് ലാം പറയുന്നില്ലല്ലോ. കാരണം എന്താ? സ്വാദിന് ഷെദ്ദുണ്ട്. അതുകൊണ്ട് അൽ സമദെന്ന് നമ്മൾ പറഞ്ഞാൽ സ്വാദിൻ്റെ ഷെദ്ദ് പോവും. അസ്സമദ്. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ആണെങ്കിൽ സൂര്യനും ചന്ദ്രനെ എടുക്കാം. സൂര്യനാണെങ്കിൽ രണ്ടും ഉദിക്കുന്നുണ്ട് അല്ലേ. സൂര്യൻ ഉദിച്ചാൽ നമുക്ക് നല്ല പ്രകാശം കിട്ടുന്നു. സൂര്യൻ്റെ പ്രകാശവും ചൂടും അതായത് നമുക്ക് രാവിലെ യാത്ര ചെയ്യാനും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പുറത്തു പോകാൻ എല്ലാത്തിനും പറ്റുന്നു സൂര്യൻ്റെ ചൂടുകൊണ്ട്. പക്ഷേ നമുക്ക് ചന്ദ്രൻ്റെ ചൂടുകൊണ്ട് ചന്ദ്രനും ഉദിക്കുന്നുണ്ട്. പക്ഷേ ആ മൂണിൻ്റെ പ്രകാശം കൊണ്ടിട്ട് നമുക്ക് പുറത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നമുക്കതുകൊണ്ട് ചൂട് കിട്ടുന്നില്ല. അതുകൊണ്ട് ആസ്വദിക്കാനുള്ള ഒന്നും തന്നെ നമുക്ക് പറ്റുന്നില്ല. ഒരു മൂൺ വന്നിങ്ങനെ ഉദിക്കുന്നു, മൂൺ സൈലൻ്റായിട്ട് അത് എന്നിട്ട് ഉദിക്കുന്നു, അത് സൈലൻ്റായിട്ട് പോകുന്നു. പക്ഷേ സൂര്യൻ അങ്ങനെയല്ല. പക്ഷേ ഈ രണ്ട് അക്ഷരങ്ങൾക്ക് നോക്കി അലിഫ് ലാം ഉണ്ട്. ഞാൻ ഉദാഹരണം പറയാണ്. ഷംസിയ ഖമരിയ എന്നൊക്കെ പറയും ഇതിന് ഈ വെളിവാകുന്നതിന് ഷംസ് സൂര്യനോട് നമുക്ക് ഉപമിക്കാം കേട്ടാ. ഇപ്പോൾ അലിഫ് ലാം വെളിവായതിന് നമുക്ക് സൂര്യനോട് ഉപമിക്കാം. അൽ ബദറു അൽ ഹംദു അല്ലേ. അസ്സമദ് എന്നുള്ളത് അസ്സമദ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു അഹദ് അല്ലാഹു സമദ്. അള്ളാഹു പറഞ്ഞിട്ട് സമദ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അലിഫ് ലാം ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉച്ചരിക്കുന്നില്ല. ഇതിനെ നമുക്ക് ചന്ദ്രനായിട്ട് ഉപമിക്കാം. ചന്ദ്രൻ.
ചന്ദ്രൻ, ഇത് സൂര്യൻ. നല്ലോണം പ്രകടമാകുന്നുണ്ട്. അലിഫിലാം സൂര്യനിൽ നിന്ന് നമുക്ക് എന്തെല്ലാമാണ് ആസ്വദിക്കാൻ പറ്റുന്നത്, ചൂടും വെളിച്ചവും എല്ലാം നമുക്ക് കംപ്ലീറ്റ് കിട്ടുന്നുണ്ട്. ഇത് സൂര്യൻ, ഈ അലിഫിലാം കാരണം പ്രകടമാകുന്നു. സൂര്യനും ചന്ദ്രനും ഉദിക്കുന്നു, പക്ഷേ ചന്ദ്രൻ്റെ പ്രകാശം നമുക്ക് പ്രകടമായി അത് സൈലൻ്റ് മൂണാണ് കിട്ടുന്നത്. അതിന് നമ്മൾ സൈലൻ്റ് ആക്കി വയ്ക്കണം. ഈ അലിഫിലാം സൈലൻ്റ് ആക്കുക, കാരണം ഇതിൻ്റെ തൊട്ട് പിന്നിൽ വരുന്ന അക്ഷരം ശബ്ദമുള്ളതാണ്. ഇനി അൽഹംദു ഉണ്ട്, അലിഫിലാമിന് ശേഷം വരുന്ന അക്ഷരം ഹ, അതിന് ശബ്ദില്ല. അതുകൊണ്ട് നമ്മൾ അൽഹംദു അൽ എന്ന് പറയണം. അതുപോലെ ഈ ചന്ദ്രൻ എന്ന് പറയുന്ന അലിഫിലാമിൻ്റെ ലാമിന് സുക്കൂൻ കാണത്തില്ല. അലിഫിലാമിൻ്റെ നമ്മൾ സൂര്യനെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞ് അതിൻ്റെ അലിഫിലാമിന് എന്താണ് സുക്കൂനുണ്ട് ഇല്ലേ? ഇത് മറക്കൂലല്ലോ, ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾക്ക് മറക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. അലിഫിലാം പ്രകടമാക്കി പറയേണ്ട അക്ഷരമാണ് അലിഫിലാം. അലിഫിന് ലാമിന് സുക്കൂൻ വരികയും എന്നിട്ട് അലിഫിലാമിന് ശേഷം ഷദ്ദില്ലാത്ത അക്ഷരം വരികയും ചെയ്താൽ അത് അലിഫിലാമിനെ ഉച്ചരിക്കണം, അൽ എന്ന് പ്രകടമായി പറയണം. ഇനി അലിഫിലാം വരികയും അതിന് ശേഷം ഷദ്ദുള്ളൊരക്ഷരം വരികയും ചെയ്താൽ അത് നമ്മൾ സൈലൻ്റാക്കി വയ്ക്കണം. അലിഫിലാമിനെ സമതന്നേ പറയണ്ട. അതുപോലെ ഒത്തിരി ഇങ്ങനെ എഴുതി പഠിക്കണം, കുറേ എഴുതി പഠിക്കുക. അലിഫിലാം വരുന്നതും എല്ലാ അക്ഷരത്തിനും എഴുതണം. അലിഫ് ബാ തൊട്ട് കണ്ട ഇങ്ങനെ എഴുതണം. അൽ ബ അൽ, കുട്ടികളെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കണം. അൽ ത അൽ, ഇങ്ങനെ 28 അക്ഷരം എഴുതിക്കണേ. അൽ സ. ഇനി ബ, അലിഫിലാമിന് വെച്ചാൽ അല്ലെന്ന് ഇവിടെ സുക്കൂനും പോലില്ല, ബ വന്നുകൊണ്ട് അൽ ബ എന്നങ്ങനെ പറഞ്ഞു പോയാൽ ഇത് അൽ ബ മോളി പറഞ്ഞതുപോലെ ആയിപ്പോവും, ഷെദ് കിട്ടത്തില്ല, ഷെദ് പോവും, അർത്ഥം മാറും. ഓക്കെ. ത, അലിഫിലാം കൊണ്ട് സൈലൻ്റ് ആണ്, ഉച്ചാരണത്തിലില്ല. അസ ഉണ്ടാ സ. അബ്ബ അത്ത അസ. ഇത് അൽബ അൽത്ത അൽസ. മറക്കൂലല്ലോ. വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയും. ഇത് ഇതുപോലെ ഇതനുസരിച്ച് അങ്ങോട്ട് പഠിച്ചാൽ പഠിക്കുകയും ചെയ്യുക. പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. മക്കളെയൊക്കെ നോക്കിയോളൂ, ഈ രീതിയിൽ അങ്ങോട്ട് പഠിപ്പിച്ചെടുത്താൽ ഇൻഷാ അല്ലാഹ് നിയമം അനുസരിച്ച് തന്നെ ആദ്യമേ പഠിച്ചോണം. മഹ്റജ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരക്ഷരത്തിന് സുക്കൂനിട്ട് എവിടെ നിന്ന് പുറപ്പെടുന്ന രീതി അതുപോലെ ഉച്ചരിപ്പിച്ച് ശീലിപ്പിച്ചെടുക്കണം. ഖുർആനാണ്, അർത്ഥം മാറിപ്പോവും. അക്ഷരത്തെറ്റ് വരാത്ത രീതിയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടും ഇൻഷാ അല്ലാഹ്. ഇനി നൂനിന് ഷദ്ദ് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നൂന് ഷദ്ദ് വന്നാൽ മണിച്ച് പറയണമെന്ന്. അൽന അൽന. ഞാൻ പൂർത്തിയാക്കി എഴുതാം.